ഒരു ഉച്ചയിപ്പോൾ വലിയ ബാഗും കവറൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട ചെറിയൊരു ലോങ് യാത്രയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ കെട്ടിപ്പറക്കി നമ്മൾ പോണത്. രാവിലെ പെടുത്ത മഴയാണ്, ഇതുവരെയായിട്ട് നിന്നിട്ടില്ല. അവിടെ പിടിച്ചിട്ട് മഴ നനയുണ്ട്, എന്ത് കഷ്ടമല്ലേ. ഡ്രസ്സൊക്കെ പകുതിയൊക്കെ നനഞ്ഞു തുടങ്ങി. റോട്ടിലാണെങ്കിൽ കുളം മാതിരി വെള്ളം നിറഞ്ഞു തുടങ്ങി മഴ കാരണം. അങ്ങനെ കുറച്ചേരം മഴയൊക്കെ കൊണ്ട് ബസ് കയറി ചാലക്കുടി വന്നിറങ്ങിയിട്ട് ചാലക്കുടി എത്തിയിട്ട് ഒരു മഴയ്ക്ക് ഒരു കുറവില്ല. പിന്നെ വിശപ്പ്, അതാണ് മെയിൻ സാധനം. അത് കാരണം ഒരു ഉപ്പ് സോഡയും ഒരു സ്വീറ്റ് പൊറോട്ടയും കഴിച്ചു. അങ്ങനെ പിന്നെ അതും കഴിച്ച് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് KSRTC ബസ്സിലാണ് ഇന്ന് പോണത്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ബസ് വന്ന് ചാലക്കുടിന്ന് സ്മൂത്ത് ആയിട്ട് പോകും. പിന്നെ മറ്റേ മുരുങ്ങൂരെത്തും ഒടുക്കത്തെ ബ്ലോക്കാ. അങ്ങനെ പിന്നെ അതിതീവ്രമായ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ചറങ്ങര എത്തി. ചറങ്ങര വേണേ വലിയ ബ്ലോക്ക് ഇല്ല, പക്ഷെ അപ്പുറത്തെ സൈഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. കുറച്ചേരം കഴിഞ്ഞപ്പോ അങ്കമാലി എത്തി. അങ്കമാലി എത്തിയിട്ട് മഴയ്ക്കൊരു കുറവില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു കുന്നമ്പറം ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാൻ. അങ്ങനെ ഇരുന്നു അരമണിക്കൂറോളം നമ്മളവിടെ ഇരുത്തിച്ചുട്ടാ. നമ്മളങ്ങ് വെയിറ്റ് ചെയ്യിപ്പിച്ച് അങ്ങേറ്റ് എത്തിച്ചിട്ട് ചേച്ചി വന്നേക്കണേ ചിരിച്ചും കളിച്ചേ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓട്ടോറിക്ഷ വിളിച്ച് അമ്മ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. അമ്മാമ്മ ഞങ്ങളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മളൊന്നും പറയാണ്ട് വന്നോണ്ടാണ് അമ്മാമ്മ ഇത്ര സർപ്രൈസ് ആയിട്ട് നിന്നത്. അതുകൊണ്ട് സർപ്രൈസ് ആയതുകൊണ്ട് അമ്മാമ്മ നമുക്ക് അച്ചപ്പവും പത്തിരിയും ചായയും ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ട് കൊണ്ട് തന്നുട്ടാ. അനിയും ചുമയും കാരണം അവൾ ഉറക്കത്തിലായിരുന്നു. കുറച്ചേപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ അവൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയോട് വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചേരം കിടന്നുറങ്ങി. പിന്നെ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒടുക്കത്തെ മഴ. കുറച്ചേരം അതും കണ്ടിരുന്നൊക്കെയായിരുന്നു. പിന്നെയാണ് ചേട്ടൻ വന്നത്. കുറച്ചേരം ചേട്ടനെ കേട്ട് വർത്താനം പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുറെ ഗുളിക കിട്ടിയതിന്റെ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് പാവന്റെ എണീറ്റി. കുറച്ചേരം കഴിയുമ്പോൾ ബാലവീരൊക്കെ കണ്ട് എന്തോരുന്ന് കഴിക്കണം. കുറച്ചേരം അത് വാങ്ങിക്കാൻ നോക്കി. നമുക്ക് വേണ്ട, പക്ഷെ എന്നാലും അത് വാങ്ങിച്ച് അവളെ കരയിപ്പിക്കണം, അതാണ് മെയിൻ സാധനം. എന്താണെന്നറിയില്ല, രണ്ടുപേർക്കും ഭയങ്കര സ്നേഹം. കുറച്ചേരം അങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കടന്നുവിട്ടാ. കുറച്ച് കഴിയുമ്പോൾ അവളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവള് വന്നേക്കണം ബാഗൊക്കെ ആയിട്ട്. ആദ്യം തന്നെ അവളുടെ ബോക്സ് ഒക്കെ ഓരോന്ന് കാണിച്ചു തന്നെ എന്തൊക്കെയുണ്ടെന്നൊക്കെ. അവളെന്നോട് പറയാ അവളെ ഹിന്ദി പഠിപ്പിക്കാൻ. അത് എന്നോടോ ഇതെന്നിട്ടാ ആക് അതാ അകു ഇതെന്നിട്ടാ കാട്ട് ഇതോ അമ്മ ആമ അമ്മ 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 എന്നൊക്കെ ബുദ്ധി അവൾക്കുണ്ട്. ഞാൻ തെറ്റി വായിക്കുമ്പോൾ അവള് സൂപ്പറായിട്ട് വായിക്കണ്ട. അത് കഴിഞ്ഞപ്പോ മലയാളം പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട് അതിൽ ഞാൻ എക്സ്പെർട്ടാണ്. അത് കഴിഞ്ഞപ്പോ നമ്മളെ ചോറിനാൻ വിളിച്ചു, നമ്മൾ ചോറുണ്ടോ. അത് കഴിഞ്ഞപ്പോ കളറിംഗ് ബുക്കായിട്ട് വന്നേക്കണം. കളർ അടിക്കണം എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ ഓക്കെ ബൈ.